ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവദേവി അമ്മേ ഭഗവതിയെ നമോ നമ. ഓം വേൽമുരുകസ്വാമിയെ നമോ നമോ. അയ്യപ്പസ്വാമിയെ നമോ നമ. ഓം ദുർഗാദേവി അമ്മേ ഭദ്രകാളിയമ്മേ നമോ നമ. ഓം കാവിൽ ദേവനെ ഭഗവാനെ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ഗ്രഹനില പരിശോധിക്കപ്പെടുമ്പോൾ പൊതുവിൽ പല നക്ഷത്രക്കാർക്കും ഗംഭീരമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. തീർച്ചയായും 2026 ഗ്രഹസംയോഗങ്ങൾ ഉണ്ടാകുന്നു. ആ ഗ്രഹസംയോഗങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും സാധാരണക്കാർക്ക് വളരെ വളരെ നല്ല നിലയിലേക്ക് ഉയർന്നു പോകാൻ കഴിയുന്ന നിലവാരം സൃഷ്ടിക്കുകയാണ്. ഈശ്വരീയമായ ധ്യാനം അനിവാര്യമാണ്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക, കാവ് ദർശനങ്ങൾ നടത്തുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങൾക്കുള്ള പൂജാകർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുക. സപ്താഹം, അതുപോലെ നവാഹങ്ങൾ, അതുപോലെ തന്നെ മഹേശ്വര പ്രീതികരമായിരിക്കുന്ന ഉത്സവങ്ങൾ, അതുപോലെയുള്ള എല്ലാ മഹത് കർമ്മങ്ങളിലും നമ്മൾ പങ്കാളികളാവുക എന്നുള്ളതാണ്. ശിവപുരാണ യജ്ഞമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് കഴിയുന്ന സമയത്തിൽ പോയിരിക്കുകയും അത് കേൾക്കുകയും ആ ഭഗവത് രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുകയും ആ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ നന്മകളും വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന നല്ല ഒരു വർഷമാണ് 2026 എന്നുള്ളത് തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. 2026 നക്ഷത്ര ഗതി പരിശോധിക്കപ്പെടുമ്പോൾ ചില നക്ഷത്രങ്ങളുടെ ദോഷവശങ്ങൾ മാറി വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥിതികളിലേക്ക് വന്നു ചേരുന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറി ഗുണപരമായിരിക്കുന്ന വളർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഫെബ്രുവരി 6 കുംഭം രാശിയിൽ ബുധ ശുക്ര സംയോഗം, ലക്ഷ്മി നാരായണ യോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹത് യോഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. ബുധൻ്റെയും ശുക്രൻ്റെയും സംയോഗം ഫെബ്രുവരി 6 നടക്കുകയാണ്. ഫെബ്രുവരി 6 ശേഷം വളരെ വളരെ ഭൗതികമായി തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന കാഴ്ചകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നലെ വരെ കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളുടെയും മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന പല നക്ഷത്രക്കാർക്കും ശുക്രൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും സംയോഗമാകുന്ന ലക്ഷ്മി നാരായണ യോഗം ഫലപ്രദമായിരിക്കുന്ന അനുഗ്രഹം നൽകി ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. 2026 ഫെബ്രുവരിയിൽ ഉണ്ടാകുന്ന ഈ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി വളരെ സമ്പദ് സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് എത്താൻ പോകുന്ന നക്ഷത്രക്കാരൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് മിഥുനക്കൂറാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം കാൽ ചേരുന്ന മിഥുനക്കൂറിനെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. ഈ നക്ഷത്ര ജാതർക്ക് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ വിജയകരമായിരിക്കുന്ന പല ഗുണങ്ങളും വന്നു ചേരുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ അനുഭവ വേദ്യമാവുകയാണ് ഈ നക്ഷത്ര ജാതർക്ക് ഈ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ. തീർച്ചയായിട്ടും സകല സൗഭാഗ്യങ്ങളുടെയും ഒരു സമൃദ്ധിദായകമായിരിക്കുന്ന അനുഭവം
അതായത് ഭഗവത് ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ സ്പർശം അനുഭവിക്കുവാൻ വിധിയുള്ള കൂറുകാരാണ് മിഥുനക്കൂറുകാരെന്ന് പറയുന്ന ഈ നക്ഷത്ര ജാതർ. വിഷ്ണുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും സമ്പത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന തലത്തിലേക്ക് ഇവർ വന്നു ചേരും. അതായത് നമ്മുടെ ദേശഭാഗ്യക്കുറി അല്ലെങ്കിൽ വിദേശ ഭാഗ്യക്കുറിയിലൂടെയൊക്കെ വളരെ നല്ല തരത്തിലുള്ള സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൂറുകാരിൽ യുവതീ യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഗവൺമെൻറ് പോസ്റ്റിന് അർഹമായിരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കൃഷിയിലൊക്കെ വളരെ മേന്മ ഉണ്ടാകുന്ന വർഷമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്മി നാരായണ യോഗം അഥവാ ബുധ ശുക്ര സംയോഗം നിൽക്കുന്ന ഈ 2026 ഫെബ്രുവരി മാസം മുതൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂറാണ്. കുറച്ചു കാലങ്ങളായി അനുഭവിച്ചു വന്ന മാനസികമായിരിക്കുന്ന പിരിമുറുക്കത്തിനും മാനസികമായ ദുഃഖങ്ങൾക്കും അകൽച്ച നൽകുകയാണ് ബുധ ശുക്ര സംയോഗമായിരിക്കുന്ന ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ചിങ്ങക്കൂറുകാർക്ക്. തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. ഋണബാധ്യതകളൊക്കെ അകന്നു പോകും. വളരെ ആഹ്ലാദകരമായിരിക്കുന്ന ജീവൽ പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. തീർച്ചയായിട്ടും വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഏറെ ഇഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ സമ്പത്തിൻ്റെ വർധന ഉണ്ടാവുകയാണ് ചിങ്ങക്കൂറുകാർക്ക്. തീർച്ചയായും ചിങ്ങക്കൂറിലെ നക്ഷത്രജാതരായി ജനിച്ചവർ സർവ്വ സൗഭാഗ്യവാന്മാരാണെന്ന് പറയേണ്ടി വരുന്നു. 2026 ലക്ഷ്മി നാരായണ യോഗം അല്ലെങ്കിൽ ബുധ ശുക്ര സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഈ അനുഗ്രഹം വളരെ വളരെ സന്തോഷജനകവും അഭിവൃദ്ധിദായകവുമാണ്. കിട്ടാതെ കിടന്നിരുന്ന ധനം കയ്യിലേക്ക് വരിക, അതുപോലെ തന്നെ ചിട്ടി, ലേലം തുടങ്ങിയവ അനുവദിച്ച് കിട്ടുക, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ലോണുകൾ അനുവദിച്ച് കിട്ടുക, തീർച്ചയായും സൗഭാഗ്യദായകമായൊരു നല്ല വർഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026. വിദേശവാസത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കാർഷിക വ്യവസ്ഥയിൽ ധാരാളം ലാഭമുണ്ടാകണമെന്ന് വിചാരിച്ച് കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അനുകൂലമായൊരു കാലം തന്നെയാണ് 2026 എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തീർച്ചയായും വന്നു ചേരുന്ന ഒരു കൂറാണ് ചിങ്ങക്കൂറ്. അടുത്തത് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂറാണ്. തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ജീവിത പ്രതിസന്ധിക്ക് അയവ് വരികയാണ്. കടബാധ്യതകളാൽ വളരെ ബുദ്ധിമുട്ടുന്ന കൂറുകാരാണ് വൃശ്ചികക്കൂറെന്ന് പറയേണ്ടി വരുന്നു. അവർക്ക് ചില യോഗങ്ങളൊക്കെ നേരത്തെയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ യോഗങ്ങളിലൂടെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ കുറേശ്ശെയൊക്കെ അനുഭവിക്കുകയും അതുപോലെ തന്നെ അത് നഷ്ടമാവുകയും ചെയ്യുന്നൊരവസ്ഥ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. ശനിയുടെ ഒരു വരവായിരിക്കാം അതിൻ്റെ പ്രധാന കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും ആ വ്യവസ്ഥിതിയെ ശനിയെപ്പോലും വളരെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുവാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം. കാരണം ബുധൻ്റെയും ശുക്രൻ്റെയും, ബുധൻ ഭാഗ്യകാരകനാണ്, ശുക്രൻ നന്മകാരകനാണ്. തന്നെയല്ല ബുധൻ്റെയും ശുക്രൻ്റെയും യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് ലക്ഷ്മി നാരായണ യോഗമാണ്. സമ്പത്തിൻ്റെ ഏറ്റവും നല്ല മുകളിലേക്ക് ഉയരാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിദേവൻ പോലും അല്പം വഴി മാറി നിന്ന് കൊടുക്കുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെന്തും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും വ്യവസ്ഥയിൽ വന്നു ചേരുക തന്നെ ചെയ്യും. വിദേശ രാജ്യത്തിലേക്കൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്ത് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് നടക്കും. അതിനുള്ള സാമ്പത്തിക വഴി തീർച്ചയായിട്ടും തിരി തെളിയും പോലെ പ്രകാശമാനമായി അവരിലേക്ക് വന്നു ചേരും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് ആരോഗ്യരംഗത്ത് വളരെ ഉയർച്ചയുണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാനുമാകും. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർന്നം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെയും ശുക്രൻ്റെയും ഈ സന്നിവേശത്തിലൂടെ അല്ലെങ്കിൽ യോജിപ്പിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായ ഗതിവിഗതികൾ വളരെ ആഹ്ലാദകരമായി അനുഭവിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരും. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അലസരായിരിക്കുന്നവർക്ക് അലസത മാറി വിജയങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള വഴി തുറക്കും.
അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലൊക്കെ ഉയർന്ന തരത്തിലേക്ക് എത്തിച്ചേരുവാൻ കർക്കിടകക്കൂറുകാർക്ക് കഴിയും. കാരണം കർക്കിടക വ്യവസ്ഥയിൽ തന്നെ ധാരാളം ഗ്രഹസംയോഗം നടക്കുന്നുണ്ട്. ഈ ഒരു വർഷക്കാലത്തോളം കർക്കിടകക്കൂറുകാർക്ക് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരുന്നു. അത്രത്തോളം വലിയ വലിയ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കർക്കിടകക്കൂറുകാർക്ക് കഴിയും. അതിലൊരു ഭാഗ്യം മാത്രമാണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. വളരെ സൗഭാഗ്യദായകമായി കർക്കിടകക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതരെ അനുഗ്രഹിക്കുകയാണ് ഈ യോഗം ചെയ്യുന്നത്. തൊഴിലിലും ബിസിനസ്സുകളിലുമൊക്കെ അപ്രതീക്ഷിതമായിരിക്കുന്ന ലാഭം വന്നുചേരുക തന്നെ ചെയ്യും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് ഫലപ്രദമാകും. അതുപോലെ തന്നെ യൂണിഫോം ഫോഴ്സുകളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് കീർത്തിമുദ്രയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അധ്യാപക വൃത്തിയിൽ തുടരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവാർഡുകൾക്കൊക്കെ സ്ഥാനം ലഭിക്കുന്നതിനായിട്ടുള്ള വഴി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ തലത്തിലുള്ള ഉയർച്ച, യുവതി യുവാക്കൾക്ക് തൊഴിൽപരമായ ഉയർച്ച, കാർഷിക രംഗത്തിൻ്റെ ഉയർച്ച തുടങ്ങിയവയൊക്കെ വളരെ ഗംഭീരമായി വന്നു ചേരുന്നൊരു വർഷമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026. ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടകക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി ഭാഗ്യമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക അനുമോദനങ്ങൾ ഉൾപ്പെടെയുള്ളത് ഈ പറയുന്ന കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരും. പ്രധാന പരിഹാര മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് ശനി ദോഷ വ്യവസ്ഥിതികളുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള പരിഹാരം കണ്ടെത്തിക്കൊള്ളുക. അതായത് ശാസ്താക്ഷേത്രത്തിൽ നീരാജന വഴിപാട്, എള്ളുപായസം തുടങ്ങിയവ നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് ഗണപതി ഹോമം നടത്താൻ ശ്രമിക്കണം. ദശാനാഥനായി നിൽക്കുന്ന അല്ലെങ്കിൽ നക്ഷത്രനാഥനായി നിൽക്കുന്ന ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാനുള്ള സമയം കണ്ടെത്തി പോകണം. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ആഹാരവും വസ്ത്രവും ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള അനുഗ്രഹം ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെ പൊതുവായിട്ടുള്ളൊരു ഫലം തന്നെയാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനായിട്ട് ഈശ്വരൻ്റേതായിരിക്കുന്ന സന്നിധിയിൽ എത്തിച്ചേർന്ന് ഉപാസിക്കുക എന്നുള്ളതാണ്. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ദുഃഖദുരിതങ്ങൾ ഭഗവാനോട് ഭഗവതിയോട് തുറന്ന് പറയാൻ ശ്രമിക്കുക. അതിലൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. വിശേഷിച്ചും ഈ പറയുന്ന ലക്ഷ്മി നാരായണ യോഗമാകുമ്പോൾ ലക്ഷ്മി ഭഗവതിയുടെയോ വിഷ്ണുദേവൻ്റെയോ ഒക്കെ ക്ഷേത്ര സന്നിധിയിൽ പോകാൻ കഴിയുന്ന സമയത്ത് അത്രയും നമ്മൾ പോകാൻ ശ്രമിക്കുക. അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെറിയ സാമ്പത്തിക ശേഷിക്ക് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. കുറച്ച് സമയം ക്ഷേത്രത്തിൽ തന്നെ ചിലവഴിക്കാൻ ശ്രമിക്കുക. തുടങ്ങിയവയൊക്കെ അനുഗ്രഹീതമായിരിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പ്രാപ്തനാവും. എല്ലാ നന്മകളും ഈ നക്ഷത്രക്കാർക്കും ഈ രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടാകണമേ ഈശ്വരനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.